to another episode of Anshul Sultan's Life. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു ബിക്കോസ് ഞങ്ങൾക്ക് നല്ല ദിവസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമാണ്. നമ്മൾ ഇന്നത്തെ ഡേയിലെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഒരു അടിപൊളി ചലഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. Challenge with the most beloved YouTuber. എന്റെ പുതിയ തിരുരങ്ങാടി സ്കൂളിലെ പഠിപ്പിസ്റ്റ് അതാണ് മെയിൻ ക്യാരക്ടർ എന്നുള്ള ഒരു അഹങ്കാരം. എന്റെ 4 സിബ്ലിങ്സിൽ 3 ഇവർ. അസ്മില, അമൽ, അസ്ല. ഇവർക്ക് 3 ആൾക്കാർക്കും നമ്മളൊരു ചലഞ്ച് കൊടുക്കാൻ പോവാണ്. അതായത് ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെക്കുന്ന സാധനം ആരാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് അവരെ ഞാൻ 50,000 റുപ്പീസ് വർത്ത് ഒരു ട്രിപ്പ് കൊണ്ടുപോവാണ്. 42,000 റുപ്പീസിൻ്റെ ഒരു റിസോർട്ടും അതിൽ നമ്മൾ പോയി വരാനുള്ള മൊത്തം എക്സ്പെൻസും ഞാൻ കവർ ചെയ്യുന്നതാണ്. ഈ ഒരു റിസോർട്ടും അവിടേക്കുള്ള യാത്രയും അവർ ലൈഫിൽ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പാവും. സോ ലെറ്റ്സ് സീ ഹൂ വിൻസ്. 50,000 rupees worth of resort guys. നമ്മളെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സാധനം ഞാൻ ഈ വീട്ടിലെ മേലത്തെ ഫ്ലോറിൽ ഒളിപ്പിച്ച് വെക്കും. ഈ ഫ്ലോറിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ആർക്കാണ് ഇത് ഫസ്റ്റ് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരുന്നത് they will be the winner of the 50,000 rupeesന്റെ ആ ഒരു റിസോർട്ടിലേക്ക്. they will be the winner of the resort. for the resort ഓൾ ഇംഗ്ലീഷ് മാറ്റി എഴുതി. for the resort റിസോർട്ടിന് വേണ്ടിട്ടോ. ഓഫ് ദ റിസോർട്ടിന്റെ ആവശ്യമല്ല, നമ്മളെ ആവശ്യമായിട്ട് ജയിക്കല്. ഓള് പറഞ്ഞൊന്ന് കേക്ക്. റിസോർട്ടാണ് നമ്മളെ സാധനം. അപ്പൊ ഓഫ് ദ റിസോർട്ട് നമ്മൾ ആ റിസോർട്ടിന് വേണ്ടി അപ്പൊ അങ്ങനെ അറിഞ്ഞൂടെ പറഞ്ഞൂടെ പറ്റും. So guys, we are fighting for the resort. Let's get back to the challenge. ഇങ്ങനെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യുക ആരെ ഭാഗത്താണ് ശരി എന്നുള്ളത്. എന്തായാലും നമ്മളെ കോണ്ടെക്സ്റ്റ് തെറ്റാണ്. ഈ ഒരു സാധനത്തിന് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ വാല്യൂ ഉള്ളത് 50,000 റുപ്പീസ്. 50,000 റുപ്പീസ് പ്ലസ് ഞാനാണ് നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ഫുൾ എടുക്കാൻ പോകുന്നത്. ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഫുഡ് ഞാൻ കൂടെ വരും. ഞാൻ എന്തായാലും കാരണം ഞാനാണ് ഈ ഒരു ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിലെ കണ്ടസ്റ്റന്റ് ആണ് അമൽ, അസ്ല, അസ്മി എന്നുള്ളത്. റെഡി അപ്പൊ ഗൈസ് ഒന്ന് എക്സൈറ്റഡ് ആകും. കം ഓൺ. അസ്ലെന്താ പറക്ക്. അന്റെ ഒരു ഗെയിമിംഗ് നെയിം പറയും ഇതിലുള്ള. കംസൻ. അസ്മി പല്ലി. അസ്ല തക്കാളി. So guys, we have 3 contestants. For contestant number 1 we have Kamsan, and the contestant number 2 we have Palli, and the contestant number 3 we have Takkali. So guys, let's start this challenge right now. ഇവരെ നമ്മൾ ഇവിടുന്ന് പുറത്താക്കും. ഒറ്റയടിക്ക് പുറത്താക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോൾ ഫ്ലോർ ഉണ്ട്. ഈ ഫ്ലോറിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇത് ഒളിപ്പിച്ചേക്കും ഗൈസ്. സോ ഈ ഒരു സാധനം നമുക്ക് ഒളിപ്പിച്ചേക്കണം. സോ ഗൈസ് ഞാൻ ഈ റൂമിൽ ഒളിപ്പിച്ചേക്കില്ല. കാരണം ഈ റൂമിൽ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും മനസ്സിലാവും ആ റൂമിൽ. കാരണം നമ്മൾ ഗെയിം തുടങ്ങിയത് അവിടെ നിന്നാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോൾ സ്ഥലമുണ്ട്, അതുപോലെ മേലുണ്ട്, പിന്നെ അസ്മിൻ്റെ റൂം, ഈ റൂമുണ്ട്. ഈ റൂമിൽ ഞാൻ ഒളിപ്പിച്ചേക്കാൻ ചാൻസ് ഇല്ല. കാരണം ഈ റൂമിൽ അസ്ലി വന്നിരിക്കും. സോ ഒരു റൂം, സെക്കൻഡ് റൂം, തേർഡ് റൂം, അപ്പറിൽ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് അപ്പറിലേക്ക് പോകാം. ഇതൊക്കെ ഞമ്മക്ക് കിട്ടിയ അവാർഡാണ്. ആരോടെ കൊണ്ടുവരാ? റെഡി 1 2 3. തിരിഞ്ഞ് ആരാണ് ചൂടിലുള്ളത് ആരാണ് തണുപ്പിലുള്ളത് എന്ന് ഞാൻ പറയും. എന്താ ടൈമിങ്? അയ്യോ ചേരാട്ടെ. Guys, we found something out.
മീനോ എങ്ങനെ അത് കറക്റ്റ് ആയി കണ്ടുപിടിച്ച് അയിക്ക് പോയിട്ട് കൈയിട്ടും ചെയ്ത് എന്നിട്ട് അതിന് കണ്ടുപിടിച്ചും ചെയ്തു. ഇതൊക്കെ സാധനം കണ്ടുപിടിക്കേണ്ടത് അതല്ല, കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്നറിയോ? കരിക്കുന്നതല്ല. എന്താ ഞാൻ എവിടെ ഒളിപ്പിച്ച് വെച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അമലൊക്കെ വേണേ ഇവിടെ തപ്പ. ഞാനിവിടെ ഒളിപ്പിച്ച് വെച്ചത് എനിക്കറിയാലോ. അല്ല ഇജല്ലേ ഇറങ്ങി പോണ്, ഇജ ഇറങ്ങി പോണോണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാ? ഇപ്പൊ നിങ്ങളെല്ലാരും കോൾഡില്ല. പൊട്ടന്മാരെ കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പ് എന്ന് പറഞ്ഞാലാണ് അടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് മാറിപ്പോയതാ. ചൂട് എന്ന് പറഞ്ഞാലാണ് അടുത്ത്. ഇതിന്റെ ഉള്ളില് ഇജ എവിടെ തപ്പ് എടുക്ക്. Did you find something? ആ മേൽക്കും എല്ലായിടത്തേക്കും ഉണ്ട്. നമ്മളെ റൂം ഒന്ന് തപ്പണ്ടേ? അല്ല അസ്ല മേലെ തപ്പിക്കോ. അസ്മിൻ ഇന്റെ റൂം തപ്പിക്കോ. എനിക്ക് നല്ല ചൂടാ ഇവിടെ. നിൽക്കാൻ വയ്യ. Guys, 50,000 രൂപ പോയി. കിട്ടുന്നതിലാണ് കാര്യം. Guys, so finally Amal is the winner of this wonderful challenge. 50,000 rupees in a resort full മൊത്തത്തിലുള്ള സ്റ്റേയും ഒക്കെ ഇതിലാണ്. അമലൊക്കെ കിട്ടി. എല്ലാം ഇതിലാണ്. Amazing thing worth 50,000 guys. Worth. ഇവള് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് എന്താന്ന് അറിയാത്തൊരു മോയന്ത്. ഇത് മറ്റേ അടുത്ത പ്രസിഡന്റ് ഇലക്ഷന് നിൽക്കുകയാണല്ലോ. നമുക്ക് നമ്മളെ പല്ലിനോട് അവളുടെ ഒരു അഭിപ്രായം ചോദിക്കാം. എന്താണ് ഇപ്പൊ തോറ്റതിൽ താങ്കൾക്ക് തോന്നുന്നത്? 50,000 രൂപയുടെ ആ ഒരു ചലഞ്ച് എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. പക്ഷെ അമലു ജയിച്ചത് സന്തോഷം തോന്നുന്നു. താങ്കൾക്ക് ശരിക്കും സങ്കടമാണോ സന്തോഷമാണോ? തക്കാളിക്ക് എന്താണ് പറയാനുള്ളത്? കംസന്റെ റിവ്യൂ പറഞ്ഞു. കംസക്ക് കിട്ടിയ 50,000 രൂപ സന്തോഷമുണ്ട്. അസ്മിലൊക്കെ എന്റെ ഇതിൽ സന്തോഷത്തില്ലത് എനിക്കും സന്തോഷമുണ്ട്. ഞാൻ അസ്ലിന്റെ റിവ്യൂ എടുത്തൂടെ? സന്തോഷം. നിങ്ങൾ തോറ്റ്. നിങ്ങളെല്ലാരും ഇത്ര സ്നേഹമുള്ള കപ്പിൾസ് അല്ല കപ്പിൾസ് ആണ്. ഇതിനാണ് അങ്ങനെ കിട്ടിയത്. ഞാനാണ് 50,000ത്തിന്റെ ഓണർ. 50,000 നമുക്ക് പോയത്. ചിരിച്ചുകൊണ്ട് നല്ല സങ്കടമുണ്ട്. ഒരാൾ കിടന്ന് മരിക്കുമ്പോ ഒരാൾ വന്ന് അസ്ല പറയും. ഇവ കോളം നേരെ കുറച്ച് ടൈം കഴിഞ്ഞാലാണ് നമ്മൾ റിസോർട്ട് പോകുള്ളൂ. പക്ഷെ ആ ഒരു പോണ ടൈമില് ഏറ്റവും എന്റെ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. അടിപൊളിയാവുന്ന വിചാരിക്കുന്നു. നല്ല എക്സൈറ്റ്മെന്റ് അസ്മിക്കുണ്ട്. നല്ല എക്സൈറ്റ്മെന്റ്. സൈറ്റ് അടിക്കുക. ഒരു സങ്കട ഡാൻസ് കളിക്കൂ. അതാണ് അങ്ങനെ നീണ്ട ഒരു മാസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അമലിനെയും കൂട്ടി വാഗമണിലെ എലീഷ്യൻ വെയിൽ റിസോർട്ടിലേക്ക് യാത്രയായി. റിസോർട്ടിലേക്ക് എത്തുന്ന റോഡിന്റെ ഒറിജിനൽ ഡ്രോൺ ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിസോർട്ടിന്റെ കാര്യം പറയണ്ടല്ലോ, എലീഷ്യൻ വെയിൽ ഞാൻ എൻ്റെ ലൈഫിൽ പോയതിലെ ഏറ്റവും അടിപൊളി റിസോർട്ട്. ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഹണിമൂൺ സ്യൂട്ടാണ്. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട്. റിസോർട്ടിന്റെ ഓരോ റൂമും ഒന്നിനോടൊന്ന് മെച്ചം. അവിടുത്തെ അമ്യൂണിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പൂളും, അതുപോലെ തന്നെ ഫുഡ് നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഞാൻ അമലിനോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ബൈ ദ ടൈം വി റീച്ച്ഡ് അവിടെ ഓൾറെഡി രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ഇൻ ഹിസ് ലൈഫ്. എന്തൊക്കെയുണ്ടായതെന്ന് കാണണ്ടേ? ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ് നമ്മൾ 42,000 റുപ്പീസിന്റെ റിസോർട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് അമല് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ ഫുൾ ലക്ഷറി. ഇത് നോക്കിയാണ് ഗൈസ് നമ്മളെ
ബെഡ്റൂം ഇതാട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് ഗൂഗിൾ TV ഉണ്ട്. ഗൂഗിൾ TVയിൽ നമുക്ക് അമലും ഓന്റെ വ്ളോഗ് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്രയും ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി വ്യൂ ഉള്ള ഒരു മോർണിംഗ് കാണിച്ചു തരാം. നമ്മള് മോർണിംഗ് വരും, ഇത് തുറക്കും, എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാം മോർണിംഗ് സ്റ്റേറ്റും ഉണ്ട്. ബാൽക്കണി ഒക്കെ വേറെ ലെവൽ. നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, അതുപോലെ ബീഫ് ഡ്രൈ ഫ്രൈ, ബട്ടർ ചിക്കൻ കുർമ, 2-3 ഐസ്ക്രീംസ് ഉണ്ട്. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് കണ്ടന്റ് എന്താണ്, ഏറ്റവും എക്സൈറ്റിംഗ് സംഭവം എന്താ പറയുക, ഈ സാധനം ആണ് ഹോട്ട് ചോക്ലേറ്റ്. അതായത് നമുക്ക് മെൽറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചൂടോടെ ഇങ്ങനെ പാരാനും വേണ്ടി കൊണ്ടുവന്നിട്ട് ഫുഡ് ഇടൂ. റേറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് എന്നുള്ള റേറ്റ് ചെയ്യൂ. നമ്മൾ തുടങ്ങി. And guys, we are back in the day 2 of നമ്മളെ എലീഷൻ വെയിൽ റിസോർട്ടിലെ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ഇന്നലെ രാത്രി നല്ല ടൈർഡായിരുന്നു. 1 മണിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്ക് തന്നെ നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയാണ്ട് ഒരാളിതാ ഇപ്പോഴും നല്ല ഉറക്കില്ല. കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ മാതിരി തോന്നും, പക്ഷേ ഇത് അമലുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. കാരണം ഇന്നലെ രാത്രി നമുക്ക് വ്യൂ എന്താണെന്ന് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. Guys, നമുക്ക് guys, this is beautiful guys. അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി, എന്തൊക്കെ തോട്ടങ്ങളാ. ഞാൻ സത്യം പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വന്ന വഴി ഇങ്ങനെ അതിലൂടെ ആ റോട്ടിൽ കൂടെ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അമലുവിനെ എണീപ്പിക്കാൻ ടൈം ആയിക്കണം. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, പല ടൈപ്പ് സാധനം, ബ്രെഡ് പൊരിച്ചതുണ്ട്, ജാമുണ്ട്, പുട്ടുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, കൊക്കക്കോള ഉണ്ട്, ജ്യൂസ് ഉണ്ട്. എനിക്ക് ടൈമായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ലെറ്റ്സ് ഗോ, കം ഓൺ. സുൽത്താനിയൻസിനോട് ഹായ് പറയൂ. ഈ ജ്യൂസിന്റെ ടേസ്റ്റ് മക്കളെ വേറെ തന്നെ. ഒരാൾ രാവിലെ തന്നെ കൊക്കക്കോള ഒക്കെ എടുത്ത് തന്നെ കുടിക്കുന്നുണ്ട് കേസ്. റേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് റേറ്റ്? സാധനം മക്കളെ ഞാൻ പറയട്ടെ, ഞാൻ ഇനിയും ഒരു വട്ടം റിസോർട്ട് എടുക്കും ഈ ജ്യൂസ് കുടിക്കാനും വേണ്ടിട്ട്. അത്രയും ടേസ്റ്റ്, അത്ര കുഴപ്പമില്ല, രസമുണ്ടല്ലേ. അതിന്റെ ഇടക്ക് ഞാനിവിടെ ഞങ്ങൾക്കുള്ള കോഫി കുക്ക് ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കോഫി ഉണ്ടാക്കുക അങ്ങനല്ല. എന്താ വെച്ചാല് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇന്റെ വക അമലൂക്ക് കൊടുക്കണ്ടേ. കാരണം ഓന് ഈ അവാർഡിൽ ജയിച്ചതല്ല, അവാർഡല്ല, ഓന് ഈ ചലഞ്ചിൽ ജയിച്ചോണ്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓനക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഇന്റെ വക ലൈഫില് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ അമലൂക്ക് കോഫി ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പോണു കേസ്. ലിറ്ററലി ഫോർ ദ ഫസ്റ്റ് ടൈം അമലൂക്കിന്റെ വക കോഫി. ഇത് നോക്കിയാണ് ഈ ഒരു കോലത്ത് മുടിയും കളർ ചെയ്ത് മേലിഞ്ഞിട്ടൊരു സാധനം. ആ അവസ്ഥയിൽ വി ആർ ബാക്ക് അറ്റ് റിസോർട്ട്സ് ആൻഡ് പ്രൊമോഷൻസ് ആൻഡ് ചാലഞ്ചസ് ഗൈസ്. നോക്കിയാണെങ്കിൽ ഒരുത്തൻ TV കണ്ടിരിക്കുക. ഇവൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ പല ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് നോക്കി. അപ്പോൾ ഓന് പറയണ അടിപൊളിയാണ്. അപ്പം വി ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ദോസ് തിങ്സ് ഔട്ട് അല്ലേ. പോയൊക്കെ നമുക്ക് പൂളിൽ പോയിട്ട് ചാട്ടം കഴിച്ച് ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും പോയിട്ട് നോക്കണം. അത് മാത്രമല്ല, നമ്മൾ ഏതൊരു ടൈമിലായാലും റിസോർട്ടുകളിൽ പോകുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് നമ്മളെ യൂട്യൂബ് വീഡിയോ തന്നെ പഴയതെടുത്താണ്ട് കാണുക എന്നുള്ളത്. സ്ലിപ്പ് ആൻഡ് സ്ലൈഡിന്റെ വീഡിയോസ് ഉണ്ടല്ലോ, ഈ സ്ലിപ്പ് ആൻഡ് സ്ലൈഡിന്റെ വീഡിയോ നമ്മൾ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. അസ്ലു, ഞാനും അമലു ആകി എല്ലാവരും കൂടി. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ചെക്ക് ദാറ്റ് ഔട്ട്. അടിപൊളിയാണ്. കാരണം സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് ആണ് എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഇന്ന് വരെ ഞാൻ ചെയ്തില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ എന്ന് പറയുന്നത് സ്ലിപ്പ് ആൻഡ് സ്ലൈഡിന്റെ വീഡിയോ. ആയില് കുഞ്ഞി ബേബി. ലിറ്ററലി നമ്മളെ ലൈഫിൽ ഏറ്റവും ഫണ്ണായ ദിവസം, നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ദിവസം. ഇതിൽ ലാസ്റ്റ് പാർട്ട് ഉണ്ട്. ഈ വീഡിയോന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും പോയിട്ട് കാണുക. കാരണം ഇതിന്റെ ലാസ്റ്റ് പാർട്ടൊക്കെ ഭയങ്കര കോമഡിയാണ്. ഗൈസ് ഫൈനലി വി ആർ ഔട്ട്. ഞാൻ നല്ല ലുക്കിലും പൊട്ടനും ലോക പൊട്ടനും. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അത് ഇൻഫിനിറ്റി പൂളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മെയിനായിട്ട് കവറുള്ള സംഭവം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗെയിം റൂംസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇവിടെ റിസോർട്ടിക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഭാഗത്തേക്ക് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഒരാൾ ഇവിടെ വന്ന് കോളി
സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ചാടാൻ നിൽക്കാം. റെഡി? ഡൈവ് റെഡി? 1 ഡൈവ് ചെയ്യാനുള്ള ആയൊക്കെ ഉണ്ട്. 1 2 3 മോനെ കൊക്കക്കോള. സ്മൂത്ത് എന്താണ് കുറച്ചേരായിരുന്നു അധികം. ഈ വ്യൂവും ഈ പൂളും വേറെ എന്തെങ്കിലും വേണോ? ഒരാള് സ്വിമ്മിംഗ് പൂളിൽ ചാടിന്റെ ശേഷം നമുക്ക് ഇവിടെ ഫുഡ് അപ്പോത്തിന് റെഡി ചെയ്യാം. അപ്പൊ ഫുഡ് കഴിച്ചതിന്റെ ശേഷം ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇവിടെ തണുത്ത് വിറച്ച് we are going to have our lunch right now and here comes our food. Let's go, come on. Butter chicken. Yes, butter chicken. Dragon chicken. പ്രോൺസ് കഴിച്ചു. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞതാ പ്രോൺസ്. നെയ്ച്ചോറ്. വെള്ളത്തിൽ ചാടിയുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചതിന്റെ ശേഷം വെള്ളത്തിൽ ചാടാൻ വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് എത്ര നേരം ഇങ്ങനെ സുഖമായിട്ട് അതിൽ ഇരിക്കാലോ. ഗൈസ്, പുതിയാപ്പിളക്കോരനെ വെള്ളത്തിലിട്ട കാണിച്ചു തരാം. എന്താ ഇവൻ ആരെ വെള്ളത്തിൽ കൊണ്ടിട്ട് കള്ളിന് പകരം കൊക്കക്കോളയെ സ്നേഹിച്ചവൻ. അമ്മലു സ്വിമ്മിംഗ് പൂളിൽ ചാടിയതിൻ്റെ ശേഷം ഇവിടെ ഈ കാലാവസ്ഥ നോക്കി ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് മഞ്ഞാണ്. അപ്പോൾ ആ ടൈമിൽ അമ്മലു സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് ഓനക്ക് മെയിൻ വന്നിട്ട് നീല കളർ മൊത്തത്തിൽ നീലിച്ച് അങ്ങനത്തെ അവസ്ഥയായി. എന്നിട്ട് ഓൻ പറഞ്ഞു എനിക്ക് വറക്കണ് തളറിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരീരമൊക്കെ ഫുള്ള് വേറെ തന്നെ ഒരു കളർ ടൈപ്പായി. പക്ഷേ ഗൈസ്, ഈ റിസോർട്ടിൻ്റെ ഭംഗി ഞങ്ങൾ കാണിച്ചു തരാം. നൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന്, ഇത് നമ്മളെ റൂമാണ്, ഈ റൂമിൻ്റെ ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണുന്ന വ്യൂ നോക്കി. ഓക്കെയാണ്. ബ്യൂട്ടിഫുൾ ഗൈസ്. നമുക്ക് അമലുവിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഈ തണുപ്പത്തെ സ്വിമ്മിംഗ് പൂളിൽ ചാടി. ഏയ് വാട്സ്ആപ്പ് മമ്മേ, നാളെ ഉറക്കത്തുനിന്ന് പണിയിട്ടിട്ടുള്ളൂ. എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടിയ എക്സ്പീരിയൻസ്? ചാടൂല? ചെരുപ്പൊക്കെ ഇട്ട് എന്റെ ബ്രെയിന് ഫ്രീസ് ആയിരുന്നു. അത്രക്കും തണുപ്പ്, അത്ര തലറങ്ങി എന്തൊക്കെ ആയത് ചേർത്ത്. അതാണ് എന്നോട് പറഞ്ഞത് അറിയോ, ബ്രെയിന് ഫ്രീസ് ആയിരുന്നു. ഇവിടെ എത്തിൻ്റെ ശേഷം ഒരാൾക്ക് നടക്കാനും കഴിഞ്ഞില്ല, നീക്കാനും കഴിഞ്ഞില്ല, ഇരിക്കാനും കഴിഞ്ഞില്ല, ഉറങ്ങി. ഓന് എണീക്കുമ്പോ അങ്ങനെ പോവാ, തീരെ ബോധമില്ലാത്ത സ്റ്റെപ്പ് വരെ കയറാൻ കാണില്ല, അത്രയും ബോധമില്ലാത്ത അവസ്ഥയിൽ. എന്നിട്ട് ഓന് കിടന്നാണ്ട് ഉറങ്ങിയാണ്ട് ഇപ്പൊ ഞാന് പുറത്ത് നോക്കുമ്പോ എന്താ അറിയോ, നിരാശ കാമുകന് വെള്ളത്തിന്റെ സൈഡിൽ കള്ളും കുപ്പിക്ക് പകരം കൊക്കക്കോളയും കുടിച്ചാണ്ട് ഇരിക്കണത്. പടച്ചനെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഗൈസ്, നമുക്ക് ഇന്നൊരു നൈറ്റും കൂടി ഉള്ളു ഇവിടെ സ്റ്റേ. നാളെ ഒരു ഉച്ച ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് പോവും. അതിനിടയിൽ നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ വേറെ ഗെയിമിംഗ് റൂം ഒക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് എന്തൊക്കെയാന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ അടിയിൽ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ചലഞ്ച് ജയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ടോട്ടൽ എക്സ്പീരിയൻസ് ലോസ് ആയിരുന്നു. ഇതൊന്നെങ്കിൽ അസ്മിക്കോ അല്ലെങ്കിൽ അസ്ലാക്കോ ആയിട്ടുണ്ടാവും ഈ ഒരു ചലഞ്ചിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത്. ആൻഡ് അസ്മില ആൻഡ് അസ്ല, എക്സ്ട്രീംലി സോറി ഫോർ. നമ്മളോട് ഇപ്പൊ തന്നെ ഡിന്നറിനുള്ളത് എന്താ വേണ്ടിയെന്നുള്ളത് ചോദിച്ചാണ്. ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കഴിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ എണീക്കൽ തന്നെ ആകെ 12 മണി 2 മണിക്ക് കോളേജൊക്കെ ഉള്ള ടൈമിൽ ഞാൻ ലാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിന്റെ ശേഷം എനിക്ക് കോളേജ് ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ അതിന് ശേഷം ഇപ്പം റിസോർട്ടിൽ വന്ന് നിന്നപ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇപ്പൊ ഡിന്നറും കഴിക്കാനുള്ളത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഫുള്ളായി. ഇനി ഡിന്നറിനുള്ള സ്പേസ് ഉണ്ടെന്നല്ല, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഡിന്നറിന് ചെറിയ മട്ടിൽ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിക്കാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കാം. ബിക്കോസ് ദിസ് ട്രീറ്റ് ഈസ് ഡൺ ബൈ അമൽ സുൽത്താൻ. രണ്ടീസായിട്ട് നമുക്ക് ജിമ്മ് മിസ്സായി ഗൈസ്. അമലിന്റെ ഒരു കാലത്തെ വീഡിയോ കള്ളുടിച്ചണ്ട ചെയ്തിട്ടൊക്കെ ഓങ്കി ഇപ്പൊ ക്രിഞ്ചടിക്കണേ. Cause I'm driving so cool, cause I have a Lamborghini in my bag. തിന്ന്
ഇപ്പൊ വള്ളം വായിച്ച കുട്ടുമ്പോ കുട്ടോ പാടുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പ് ബാറ്റിലേ. ഉമ്മ പെറ്റു 5 മക്കൾ 5 മൂത്തത് ഞാനോ, ഏറ്റവും പൊട്ടരു മോനോ ഞാനാ, ഏറ്റവും ലുക്കും ബുദ്ധിയും എനിക്കാണ് പടച്ചോ നൽകിയത്. ഇടയ്ക്ക് ഒരുത്തൻ കേറി വന്നവനോ ഞങ്ങളെ ഊറ്റി. നീ എവിടെ എന്റെ 2 ഗ്ലാസത്തെ കട്ട് ഞാൻ കട്ടാക്കി, അല്ല കട്ടുമ്പോ കട്ടു. ആകെ ഞാൻ പറയാം 4 എന്താ കുടിച്ചിട്ടുള്ളൂ. അതൊക്കെ ഒരു കൊക്കോള. 4. ഇവന്റെ വിചാരം ഇവനാണ് മെയിൻ ക്യാരക്ടർ എന്നാ. ഇവന് ഈ ഹെയർ സ്റ്റൈൽ ഇട്ടോണ്ട് പോക്കറ്റിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ടാണ് ഇങ്ങനെ അറിയുമ്പോ ഇവന്റെ വിചാരം ഇവനാണ് മെയിൻ ക്യാരക്ടർ എന്നാ. പക്ഷെ അന്റെ ഓറ ഈസ് ഗോയിങ് ഡൗൺ ഡൗൺ ഡൗൺ. മൈനസ് എത്തിക്കണം, -500 ഓറ. അതിനൊക്കെ ഞാൻ അൻസുൽ സുൽത്താൻ. ഓറല്ല ഓറ എന്താ കവറോ. നമുക്ക് ഇത് ഗിഫ്റ്റ് എടുക്കാം അമലുക്ക്. ഗസ് വാട്ട് we have something for you. ഓ കണ്ണാടിയിലെ കാണേല കള ബുദ്ധിശാലി. ഒഴയിട്ട് പോയതാ ഇപ്പൊ അങ്ങോട്ട്. ഒഴയും കൊണ്ട് പോയി. ഓടാ ഒഴയും കൊണ്ട് പോയതാ. ഉച്ച പഠിക്കാം. Lucia. I got black, I got white, what you want? How about that? കൊച്ചുമക്കച്ചി സിസ്റ്റോഫിലിയം അലവന്തേ ഓനെ കരടിയാക്കൂ. ഹാരി പോട്ടറിന് ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നാണ്. എനിക്ക് അവിടെ ഒരു കുരു. ഗൈസ് ഇത് നോക്കി രാത്രി കഴിഞ്ഞ ഇതിപ്പോ ഇതിൽ മര്യാദക്ക് കാണുന്നില്ല, പക്ഷെ രാത്രി കഴിഞ്ഞുള്ള ആംബിയൻസ്. യെസ് ഐ ഗോട്ട് ദിസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിന്നർ റെഡി. ഡിന്നർ എന്തൊക്കെ സ്റ്റെപ്പ് വേ ടു ഹെവൻ. ഇജ്ജ് നേരത്തെക്കാം റൂമിലോട്ട് എടുക്കും. എന്നിട്ട് നമ്മളൊരു 3 ഞാൻ ഇവിടുന്ന് പൂളിന്ന് കയറിയിട്ട് മേൽക്കോട്ട് ആദ്യം കുറച്ച് നേരം വന്നിട്ട് ഇവിടെ ഇരുന്ന് പിന്നെ സ്റ്റെപ്പ് കയറി എങ്ങനെ മേൽക്കോട്ട് അള്ളാക്കാറ്. ഇതിന്റെ ഏറ്റവും ഈ ഫ്ലോർ അല്ല, ഇതിന്റെ മേലൊരു ഫ്ലോർ ഉണ്ട്. ഇതല്ലല്ലോ ഇതിന്റെ മേലല്ലേ. റൂഫിന്റെ മേലൊരു ഫ്ലോർ ഉണ്ട്, അവിടേക്ക് എത്തണം. നടന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ചെന്ന് റൂമില് അവിടെ എത്തിയത് എനിക്ക് ശ്വാസം ഇല്ല. അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എനിക്ക് ശ്വാസം കിട്ടണില്ല. വെള്ളത്തിന്റെ അടിയിൽ നിന്നല്ല, വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുമോ? കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ്. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ശ്വാസം കിട്ടാൻ പറ്റുന്ന അടിയല്ല, വെള്ളത്തിൽ നിന്ന് എനിക്ക് ശ്വാസം കിട്ടണില്ല. സ്റ്റക്കായ മതി. ഇവിടെ കയറി അവിടെ എത്തിയപ്പോ തന്നെ റൂമിൽ ഇങ്ങനെ ഡൂരും. പിന്നെ ഹൈറ്റഡ് നടുവൊക്കെ ചാടുന്നാലേ ഹൈറ്റ് ഇട്ടുള്ളൂ. ആഫ്രിക്കക്കാർ ഡാൻസ് ഒക്കെ കുട്ടുമോ കുട്ടോ. അടിപൊളി 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 അടിപൊളി. പൊട്ട അമൽ സുൽത്താൻ മരിച്ചു. അമൽ സുൽത്താൻ കമ്മിറ്റഡ് ആയി. സീരിയസ്ലി ഗൈസ്. അപ്പൊ ഇനി അമലിനെ നോക്കി നടക്കുന്ന എല്ലാ ചാപ്രികൾക്കും വേണ്ടി അമൽ സുൽത്താൻ ചാപ്രീസിനെ വിളിക്കണേ. സുൽത്താനിയൻസിനല്ല, അമലിന്റെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികളെ അതിനെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലെവലൊക്കെ ഉള്ള പെൺകുട്ടിയാവും. അന്നൊക്കെ നോക്കാന്ന് പറഞ്ഞതിന് ഗൈസ് പൂളിന്റെ ലൈറ്റ് ഓൺ ആയി. അപ്പൊ നമ്മളിങ്ങനെ ഉണ്ട് വലിയ ട്രോമ. ഇപ്പൊ തന്നെ വീണിന് ജസ്റ്റ് മിസ് ഉണ്ടായോണ്ട് ഓക്കെ. ഇത് നമുക്ക് This is the pasta fridge view. Blaze mere kudu urbe. I'm hopeless in the crossfire. ഫുഡ് സെറ്റ് ചെയ്തതിൽ ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ നോക്കി. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാസ്താസും ആൽഫ്രഡോ പാസ്റ്റി ഫ്രഞ്ച് ഫ്രൈസും. ഇത് ചിക്കൻ നമ്മളെന്താ പറയുക, ചിക്കൻ മഞ്ചൂരിയൻ അല്ലേ? ചിക്കൻ മഞ്ചൂരിയൻ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം അതൊന്നും അല്ല കേസ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ നോക്കി. ഓരോ സാധനം ടവലൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിന് പെറ്റൽസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഫ്ലവേഴ്സും എല്ലാം കൂടി വെച്ച് 2 ഫാൻ്റെ മാതിരും നടുവിൽ വേറെ ഇതും എല്ലാം കൂടി ചെയ്ത്. ഇത് ചെയ്തത് ആരാ? അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഇവരോട് പറഞ്ഞത് അടിപൊളി ഫുഡ് എന്നല്ല, അടിപൊളി ഫുഡ്. ബട്ടർ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, ഉച്ചക്കത്തെ ലഞ്ച് ആണെന്നുണ്ടെങ്കിലും, ഇന്നലത്തെ ഡിന്നർ ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ട് നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ എലീഷൻ വാലിയിൽ നമുക്ക് കിട്ടിയത്. ഇവരോട് നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, ഇവരോട് സ്പെഷ്യലി നമ്മൾ പറഞ്ഞതാ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും എന്തൊരു ഡിഷ് നമ്മൾ പറഞ്ഞില്ലേ?
ആ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അത് അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഓർഡർ ആക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് ഡിന്നർ കഴിക്കാൻ ടൈമായി. അപ്പൊ ഡിന്നറിന്റെ കൂടെ നമുക്ക് ചെറിയൊരു ഷാമ്പയിന് മാതിരി, പക്ഷെ ഇത് ഷാമ്പയിൻ ഇത് എന്താ ഡെക്കറേഷൻ ഉണ്ട്, ഷാമ്പയിൻ അല്ല പക്ഷെ ഷാമ്പയിന് മാതിരി ഇതേമാതിരി നമ്മൾ അന്ന് മുന്നൊരുതിൽ ചെയ്തതാണ്. അപ്പൊ ലെറ്റ്സ് ചെക്ക് ഹൗ ദ ഡിന്നർ ഈസ് ആൻഡ് വിൽ സീ യു ബാക്ക്. ഓ ഇതെന്താ സലാഡല്ലേ? അല്ല അത് സൂപ്പ്. കണ്ണം കെട്ടി പോണ്. ഇതാണ് പാസ്റ്റ ആൽഫ്രെഡോ. ഇത് ചിക്കൻ സലാഡ്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടോ, പിന്നെ എന്താ ഉള്ളതാ, പിന്നെ ആക്ച്വലി പേരെന്തൊക്കെ അറിയില്ല. മഞ്ചൂരി ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, ഫ്രഞ്ചോളിയോ സലാഡ് ഉണ്ട്, എന്താ സലാഡിന്റെ പേര് എന്തോ ഒരു പാസ്ത ഉണ്ട്, പിന്നെ ഒരു സൂപ്പ് ഉണ്ട്. സൂപ്പ് കിഡിലോസ്കി മലോസ്കി ബ്ലാ. ഇവിടെ ഒരു ഫുൾ ഗെയിമിംഗ് റൂം ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. ഈ സാധനത്തിന്റെ പേരെന്താ എനിക്കറിയില്ല, പക്ഷെ ആ സാധനം ഇവിടെ ഉണ്ട്. സോക്കർ ഉണ്ട്, പിന്നെ ഇതെങ്ങനെ കളിക്കാന്ന് അറിയാണ്ട് ഒരുത്തൻ ബോക്സിംഗ് ആയിട്ട് കളിക്കുന്നുണ്ട്. ചെസ് ഉണ്ട്, ലുഡോ ഉണ്ട് ആൻഡ് ക്യാരംസും ഉണ്ട്. ഗൈസ് ഞാൻ ഗെയിമിംഗ് റൂം ഇവിടെ ഉണ്ട് തന്നപ്പോൾ നമ്മള് ലൈക്ക് PS5 എക്സ്പെക്ട് ചെയ്തു, പക്ഷെ നമുക്ക് PS5 കിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. കുറച്ച് ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഗെയിം കളിക്കാൻ പറ്റിയൊരു ഇതിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത്. വയറ് ഫുള്ളാ. Look at this view. Guys, അവിടെ പണിക്കാര് പുല്ല് വെട്ടുണ്ട്. അതൊക്കെയാണ് വെട്ടണ്. ചക് 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 ചക്. ഓർക്ക് കാണട്ടോ നമ്മളിവിടെ റൂമിൽ ഇരിക്കുന്നതൊക്കെ. നമ്മൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ വെക്കേറ്റ് ചെയ്യാൻ പോയിരുന്നു. വെക്കേറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് നമ്മളൊരു സംഭവം കണ്ടുപിടിച്ചത്. അതായത് ആസ്റ്റൺ ഹോളിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ കാണുമല്ലോ, രാത്രി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊട്ടുമ്പം ഓന് ലൈറ്റ് ഓൺ ആക്കണം ഓഫ് ആക്കണം. അതേ സംഭവം നമുക്ക് ഇവിടെ നമ്മളെ റൂമിലുണ്ട്. ഈ ബെഡ് ലൈറ്റ് നമ്മൾ കൈ കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണോ ഓഫോ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പൂള് ചാടരുതാരും. ഇന്നലെ ഞാൻ പൂള് ചാടി ചത്തുകൾ തണുപ്പോണ്ട് അടിപൊളിയാണ്. പൂള് ചാടാൻ അടിപൊളി പൂളാണ്, അടിപൊളി എല്ലാം അടിപൊളിയാണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. ഫുഡ് അതിനെക്കാട്ടി അടിപൊളിയാണ്. അവളുടെ മൂക്കടന്നിട്ടില്ല. അപ്പൊ മൂക്കടന്നോണ്ട് അവളും ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരാള് പൂളുന്ന സാധനമായിട്ട് പൂളുന്ന ഇത് മറ്റേ ലാളിന്റെ സൗണ്ട് മാറുണ്ടല്ലോ, ലാളിന്റെ സൗണ്ട്. എനിക്ക് ലാളിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലേ? എടാ അളിയ നീയും നാനും ഒരുമിച്ചാ വളർന്നേ. മറ്റേ തൊമ്മനും മക്കളും അപ്പന് ആരുമില്ലെങ്കിൽ അപ്പന് ഞാനില്ല. അപ്പാ എന്റെ പൊന്നപ്പ അവനില്ലെങ്കിൽ അപ്പന് ഞാനുണ്ടായിരുന്നു. അപ്പം മറക്കരുതപ്പാ. അപ്പ ചാവാൻ പോവാണെങ്കിൽ അപ്പനെന്താ ചാവാൻ പോകുമ്പോ എന്നെ കൂട്ടാൻ പോയേ. കറക്റ്റ് അതന്നെ. ഒരു ഷൂട്ടും പരിപാടിയൊക്കെ എടുക്കാണ്ട്. അപ്പൊ എന്തായാലും see you in the next video. Until then,